എനിക്കൊരു പ്രേരണ തരുന്നത് ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 39 39 അധ്യായത്തിൽ നിന്നും കർത്താവിന് സ്തോത്രം. ഏശയാവിന് ദൈവം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ജീവിതത്തിൽ സ്തോത്രം എന്ത് സംഭവിച്ചു എന്നുള്ളതൂടെ അതിന് ഡീറ്റെയിൽ അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. സോ വി നോ ദാറ്റ് ആസ് വി ഹാവ് ബീൻ ലുക്കിംഗ് through the life of Hezekiah, that God has extended his life, and we need to look into his life, whether that extended life was a blessing. How did he do his life? We know that he took strong decisions, and he had so strong convictions. In spite of that, we see that towards the end his extended life was a failure. കർത്താവിന് സ്തോത്രം. അതായത് അവൻ ഉറച്ചു തീരുമാനമെടുത്തു, ഭയങ്കരമായിട്ടും തനിക്ക് ഉറച്ചു തീരുമാനമെടുത്തു, നല്ല ബോധ്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതുപോലെ 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവനിൽ നിന്ന് ആർക്കും പഠിക്കേണ്ടതായ 7 കാര്യങ്ങൾ. പക്ഷേ ഇത്രയെല്ലാം ആയിട്ടും എന്ത് ചെയ്യുന്നറിയാമോ? 39 അധ്യായം, യെശയ്യാപ്രവചനം 39 അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ ജീവിതം കർത്താവിന് ബാക്കിയുള്ള ലൈഫ് നോക്കുകയാണെങ്കിൽ പരാജയമായിരുന്നു എന്ന്. കർത്താവിന് സ്തോത്രം. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച എന്നെ തന്നെ പഠിപ്പിക്കുകയും ദൈവാത്മാവിനോട് സഭയോട് അറിയിക്കുവാൻ പറഞ്ഞ അതുകൊണ്ട് ഞാനത് പങ്കുവെക്കുന്നു. ഇൻ വൺ വേ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് കോഷൻസ് വി നീഡ് ടു ഹാവ് ഇൻ എക്സ്റ്റെൻഡഡ് ലൈഫ്. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി തന്നാൽ നമ്മൾ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, കർത്താവിന് സ്തോത്രം, ജീവനോടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ആവശ്യമായി ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇന്ന് ദൈവാത്മാ പറയേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ട, സൂക്ഷ്മത പുലർത്തേണ്ട 3 ഏരിയാസാണ്. വി നീഡ് ടു ബി കെയർഫുൾ അറ്റ്ലീസ്റ്റ് 3 ഏരിയാസ് ഫ്രം ദ ലൈഫ് ഓഫ് Hezekiah we are going to look into. So what are the areas that we need to take care, otherwise our extended life can be a failure. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി നൽകുമ്പോൾ നമ്മൾ ആവശ്യമായും കെയർ ചെയ്യേണ്ട, സൂക്ഷിക്കേണ്ട 3 ഏരിയ, അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്തോത്രം ദൈവം നീട്ടിത്തന്ന ആയുസ് പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. കർത്താവിന് സ്തോത്രം. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇഫ് യു think that you are still alive even today, and very especially during this pandemic that has killed thousands of people, if you're still alive, that means we all are people with extended life. കർത്താവിന് സ്തോത്രം. അപ്പം നിങ്ങൾ പറയുകയാണ്, പാസ്റ്ററെ, നിങ്ങൾ ചില 2-3 പേർക്ക് ദൈവം ഒരു വലിയ അപകടത്തിനർത്ഥം വിടുവിച്ച് ലഭിച്ചതേ ഉള്ളൂ, ഞങ്ങളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഈ മഹാവ്യാധി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ടച്ച് ചെയ്തെങ്കിൽ സ്തോത്രം, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനെ അപഹരിച്ചെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ഇന്നും ജീവനോടെ നമ്മളെ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ആയുസ് നീട്ടിക്കിട്ടവരാണ്. കർത്താവിന് ഹല്ലേലൂയ. Children, don't think that corona has not touched you because you are only a small child. You need to understand, all across the globe there are hundreds of children who were passed away because of coronavirus. Don't think that you are younger in age and you are healthy enough and your immunity power is strong and you have and that is the reason you are still alive. It's only the grace of God. ദൈവത്തിൻ്റെ കരുണയാണ്. Okay, so therefore this message is applicable for all of us, because we all are with extended life. We all are enjoying extended life. നമ്മളെല്ലാവരും അതുകൊണ്ട് നീട്ടിക്കിട്ടിയ ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കർത്താവിന് സ്തോത്രം. What we can see from the life of Hezekiah, listen me, life can be extended as an answer to prayer. But the crucial question is, how do we live with our extended life? The crucial question is not whether our life is extended or not. Definitely our life can be extended as an answer to prayer, but that is not a principle. Doesn't mean that all across the globe, all children of God will be extended their life because as an answer to prayer. But prayer, our life can be extended as an answer to prayer. But how do we live our extended life is crucial. കർത്താവിന് സ്തോത്രം.
നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ മറുപടിയായി നീട്ടിക്കിട്ടപ്പെടാം. നമ്മൾ അനർത്ഥത്തിൽ, അപകടത്തിൽ, രോഗത്തിൽ ഒക്കെ സംഭവിക്കുമായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന ഹിസ്കിയാവിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പ്രാർത്ഥന, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന, കൂട്ടുവിശ്വാസികളുടെ പ്രാർത്ഥന, ദൈവം കരുണ കാട്ടി പ്രാർത്ഥന മറുപടിയായി നമ്മുടെ ജീവിതം നീട്ടിക്കിട്ടാം. പക്ഷെ ചോദ്യം അതല്ല, നിർണായക വിഷയം അതല്ല. ജീവിതം നീട്ടിക്കിട്ടിയോ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ നീട്ടിക്കിട്ടിയ ജീവിതം കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ആർക്ക് പ്രയോജനം? അതെന്തു പ്രയോജനം? അതുകൊണ്ട് നാം എന്തു ചെയ്യുന്നു? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഹൗ ഡു വി ലിവ്? എങ്ങനെ നീട്ടിക്കിട്ടിയ ഈ അവസരത്തിൽ നാം ജീവിക്കുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിന് സ്തോത്രം. നമുക്ക് 39 അധ്യായം 1 മുതൽ സ്റ്റോറി അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് വായിക്കാം. 1 to 8 we will read യെശയ്യാ പ്രവചനം 39 1 മുതൽ 8 വരെ. ഈ കാലത്ത് ബലദാന്റെ മകനായ മേരോക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു. തന്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാലയൊക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ലായിരുന്നു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്നവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ഒരു ദൂരദേശത്ത് നിന്ന്, ബാബേലിൽ നിന്ന് തന്നെ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, എന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവർ പറഞ്ഞു. താങ്ക് യു. നമുക്കറിയാം, ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ മരിക്കത്തക്ക രോഗം പിടിക്കുമെന്ന് യെശയ്യാവിലൂടെ അറിയിച്ചപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 15 വർഷം നീട്ടുന്നു. നിങ്ങൾ 38 അധ്യായം വരുമ്പോൾ വായിക്കേണ്ട 4-5 വാക്യങ്ങളിൽ നമ്മൾ 3 കാര്യങ്ങൾ കാണുന്നു. കർത്താവിന് സ്തോത്രം. ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവത്തിൻ്റെ റെസ്പോൺസ് 3 കാര്യങ്ങൾ കാണുന്നു. വെൻ വി കം ടു ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 38 വേഴ്സസ് 4 and 5, we see God's response to Hezekiah's prayer. When Hezekiah knew that he is going to die soon, then he is praying. So in response to Hezekiah's prayer, we see God's response. 3 things. First one, God says, I heard your prayers. I mean, God is a prayer answering God. Second one, God says, I have seen your tears. God is a God who, sees our tears even if none see. Then third one, God said, I add 15 years. God is in charge of our life. Okay, so God is a prayer answering God. God is the one who sees everything, even our tears. When we, shed tears, even in our inner chamber that nobody has seen, God sees it, and God is in charge of our lives. He decides whether to extend life or not. He's in charge. He's sovereign. Okay. അപ്പം ദൈവം ഇവിടെ എന്താ 3 കാര്യങ്ങൾ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് 3 കാര്യങ്ങൾ കാണുന്നു. ദൈവത്തിൻ്റെ റെസ്പോൺസ്, ദൈവം പ്രതികരിച്ച്. ഒന്ന്, ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവ് എപ്പോഴും ഇപ്പോഴും വ്യക്തിപര വിഷയമാകട്ടെ, ഒരുമിച്ചുള്ള വിഷയമാകട്ടെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. 2, കർത്താവ് പറയുന്നു, സ്തോത്രം, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു. കർത്താവിന് സ്തോത്രം. ആരും കാണാതെ നമ്മുടെ ഉള്ളിൽ കർത്താവിന് സ്തോത്രം കരയുന്ന കരച്ചിലും ഉള്ളിൽ ഞരങ്ങുന്ന ഞരക്കങ്ങളും ആരും കാണാതെ നമ്മൾ പൊഴിക്കുന്ന കണ്ണുനീരും കാണുന്ന കർത്താവാണ്, മറന്നു പോകരുത്. 3, കർത്താവ് 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അതിൽ നിന്ന് കർത്താവ് പറയും, ഞാനാണ്
ജീവൻ്റെ ദാതാവ് എൻ്റെ കയ്യിലാണ് ജീവൻ ഇരിക്കുന്നത്. ഞാനാണ് ജീവനെ നിയന്ത്രിക്കുന്നത്. നീട്ടിത്തരുന്നതും കുറയ്ക്കുന്നതും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ. കർത്താവിന് സ്വഭം ദൈവത്തിൻ്റെ റെസ്പോൺസ് അതിൻ്റെ വിഷയമല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 39-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഹെസക്കായ സെക്കൻഡ് ലൈഫ്, chapter 39, right? We see second life after the first life. Let's say post sickness life or post crisis life. In our time, like a post COVID life. That's what is we are all in. കർത്താവിന് സ്തോത്രം. അപ്പം ഈ ക്രൈസിസിന് ശേഷം, ഈ പ്രതിസന്ധിക്ക് ശേഷം അവൻ ലഭിച്ച ഒരു രണ്ടാമത്തെ ആയുസ് എന്ന് പറയാം, രണ്ടാമത്തെ ജീവൻ. കർത്താവിന് സ്തോത്രം. അപ്പം ഈ രണ്ടാമത്തെ ജീവനാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇനിയും തിരിച്ചു വരാം 39-ാം അധ്യായത്തിലേക്ക്. നമ്മുടെ ശ്രദ്ധ മെയിൻ അവിടെയാണ് ഇന്ന് പൽക്കാലം. അപ്പം എന്താണ് സംഭവിച്ചത്? ബാബിലോൺ രാജാവ് സ്തോത്രം ആൾക്കാരെ അയക്കുന്നു ഇവനെ ഒന്ന് കാണുവാൻ. ഇവൻ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്തപ്പോൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ, അവനെ ഒന്ന് കാണാനായിട്ട് ആൾക്കാരെ അയക്കുന്നു. പിന്നെ ബാക്കിയുള്ള കഥ കർത്താവിന് സ്തോത്രം അവിശ്വസനീയമാണ്. അത് ഷോക്കിംഗ് ആണ്. അവൻ്റെ കുടുംബമോ അവൻ്റെ കുഞ്ഞുങ്ങളോ അവൻ്റെ ദേശമോ, കർത്താവിന് സ്തോത്രം നമ്മളും ഇത് വായിക്കുന്നവരും ഇപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്ത, അയ്യോ അവൻ്റെ ആയുസ് നീട്ടി ലഭിക്കാതിരുന്നുവെങ്കിൽ. കർത്താവിന് സ്തോത്രം. ദൈവവും ദൈവാത്മാവും അങ്ങനെ റിഗ്രറ്റ് ചെയ്തു. കർത്താവിന് സ്തോത്രം. അപ്പം അങ്ങനെയായിട്ട് മാറുന്നു. What we see here 39, when we come to chapter 39 1 onwards, the king of Babylon is sending people, representatives, to appreciate the king who recovered from the sickness. So that is verse 1 onwards, 1 and 2. But rest of the story, as we read in the same chapter as we read already, is shocking, unbelievable. And his family, his children, his community, the nation Israel, even you and me who read the story today, feel it would have been better his life was not extended. Such is the story. So that's what I said today. We all, enjoy a second life, post-COVID life. But the question at the end of our story, how will the Holy Spirit comment about our life? Listen me. Trusting in God, following God, faithfully serving God, worshiping God, thanking God is not a one-time event. It is a lifelong attitude, lifelong character. It's a lifestyle that without any interruption in between. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇവിടെ എന്തെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, കർത്താവിന് സ്തോത്രം, ഇന്ന് നമ്മൾ ഇത് വായിക്കുമ്പോൾ അവൻ്റെ മക്കളോ അടുത്ത തലമുറയോ ഇങ്ങനെയായിരിക്കും പറയുന്നത്, ആ മനുഷ്യൻ എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കാതിരുന്നുവെങ്കിൽ. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം, കൂട്ടുവിശ്വാസികൾ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ദൈവാത്മാവ്, നമ്മുടെ ജീവിതത്തിന് നാളെ അവസാനം വരുമല്ലോ. അവസാനം വരുമ്പോൾ കുറിക്കുന്ന വാക്കുകൾ എന്താണ്? ഇവന് ജീവിതം എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നുവെങ്കിൽ, 50-ാം വയസ്സിൽ 52-ാം വയസ്സിൽ അവനങ്ങ് പോയിരുന്നുവെങ്കിൽ, അല്ല 40-ാം വയസ്സിൽ അവനങ്ങ് പോയിരുന്നുവെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിത്യതെങ്കിലും കാണപ്പെടുമായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികൾ, എനിക്കറിയാം ഇതത്ര സുഖകരമായ ശബ്ദമല്ല, എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ തരമില്ല. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം എന്നെ പ്രേരിപ്പിക്കുന്നതിനാൽ. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിക്കുക, വിശ്വാസം എന്നത്, ദൈവാശ്രയം എന്നത്, ആരാധിക്കുക എന്നുള്ളത്, ദൈവത്തിന് നന്ദി കരേറ്റുക എന്നുള്ളത്, സ്തോത്രം, ഒന്നോ രണ്ടോ തവണ പ്രത്യേക ഇൻസിഡന്റിൽ ചെയ്യേണ്ട വൺ ടൈം ഒക്കേഷണൽ ഇവന്റ് അല്ല, ഇൻസിഡന്റ് അല്ല. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് നന്ദി കരേറ്റുക, വിശ്വസ്തോടെ ജീവിക്കുക, നേരോടെ ജീവിക്കുക, കർത്താവിന് സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് ഒരു ജീവിത രീതിയാണ്. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. വല്ലപ്പോഴും ചെയ്യേണ്ട കാര്യമല്ല,
മുഴുജീവിതവും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ലിസൺ മീ. വർഷിപ്പിംഗ് ഗോഡ്, ട്രസ്റ്റിംഗ് ഗോഡ്, praying to God, and living a holy life is not supposed to be an occasional even when you have the hardest exam. Rather, it is a lifelong exercise. It is life. It is part of life, not part of life. That is life. ആരാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ചെറുഭാഗമല്ല. ദൈവാശ്രയം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ കോണിലുള്ള ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ ചെയ്യേണ്ട ഒരു ചെറിയ വിഷയമല്ല. പിന്നെയോ ദൈവാശ്രയമാണ് ജീവിതം, ദൈവാരാധനയാണ് ജീവിതം, ദൈവവിശ്വാസമാണ് ജീവിതം. അതിനപ്പുറം ഒരു ദൈവത്തിന്റെ പൈതൽ ഒരു ജീവിതമേ ഇല്ല. ദൈവാശ്രയം വിട്ട്, ദൈവാരാധന വിട്ട്, ദൈവകൃപ വിട്ട് അതിന് ഒരു ദൈവ പൈതലിന് ജീവിതമേ ഇല്ല. അല്ലാത്തൊരു ജീവിതം അവന് ജീവിതമേ അല്ല. സ്തോത്രം. For a child of God, hallelujah, a life without trusting God is not a life at all. For a true child of God, a life without believing in God is not a life at all. A child of God, a life without worship is not a life at all. For a child of God, hallelujah, praising God, thanking God, hallelujah, godly centered and living, hallelujah, is his life. That is his breath. കർത്താവിന് സ്തോത്രം. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ശ്വാസം അതാണ്. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതം അതാണ്. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ കർത്താവിന് സ്തോത്രം അതുകൂടാതെ ഒരു ജീവിതമില്ല. കർത്താവിന് സ്തോത്രം. We need to understand. Hallelujah. Therefore we need to understand, when God extend our life, take it, hallelujah, so attentively, give maximum attention, maximum care. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കാം. So what I have seen from this chapter, there are 3 failures we can see in the life of Hezekiah in the extended life, post-crisis life. അതായത് ഈ പ്രതിസന്ധി കഴിഞ്ഞിട്ട് ദൈവം നീട്ടിക്കൊടുത്ത ആയുസ്സിൽ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലെ 3 പരാജയങ്ങളാണ് ഈ പൽക്കാലം ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ 3ഉം വളരെ റിലേറ്റഡ് ആണ്. 3ഉം വളരെ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കീ ആശയമാണ് ദൈവാത്മാവിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാനതിനെ ഒന്ന് അൺപാക്ക് ചെയ്തതിനകത്തിലെ 3 വശങ്ങൾ, 3 ഒരുപോലെയാണ് നമുക്ക് തോന്നുമെങ്കിലും കർത്താവിന് സ്തോത്രം 3 കാര്യങ്ങൾ സൂക്ഷ്മതയോടെ, അതത്രയും ഞാൻ അങ്ങനെ അൺപാക്ക് ചെയ്യുന്നത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതിനാൽ കർത്താവിന് സ്തോത്രം. സോ I want to talk about 3 failures. 3 areas that we need to take care. Even though you see that they seem to be the same, but I want to unpack into 3 important aspects of life. The first one, can we read once again verses 1 and 2? 1ഉം 2ഉം വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുമോ? 39, chapter 39, 1 and 2. ആ കാലത്ത് ബലദാന്റെ മകനായ മെരോദക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു. തന്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാലയൊക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. Thank you. Okay, the first failure of Hezekiah, I believe it is spiritual frivolity. Lack of seriousness, spiritual frivolity. ആത്മീയ വിഷയങ്ങളിലെ ഗൗരവമില്ലായ്മ, ആദ്യത്തെ പരാജയം. കർത്താവിന് സ്തോത്രം. ആത്മീയ വിഷയങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഗൗരവം കാണിക്കാതിരിക്കുക, സ്തോത്രം, അതാണ് ഹിസ്കിയാവിന് സംഭവിച്ചത്. Hezekiah failed to show the seriousness God is expecting his people to show in terms of spiritual matters. ആത്മീയ വിഷയങ്ങളിൽ കൊടുക്കേണ്ട ഗൗരവം നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഗൗരവത്തോടെ ആത്മീയ വിഷയങ്ങളെ കണ്ടില്ലെങ്കിൽ കർത്താവിന് സ്തോത്രം ജീവിതത്തിൽ പരാജയമുണ്ടാകാം. അതാണ് ഹിസ്കിയാവിന് പറ്റിയത്. ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അവന് ബാബയിൽ നിന്ന് രാജാവിൻ്റെ അടുത്ത് നാളെ അയച്ചപ്പോൾ അങ്ങനെ എഴുതിക്ക് സന്തോഷത്തോടെ കൈക്കൊണ്ടു, ഭയങ്കര സന്തോഷിച്ച് എന്ത് ചെയ്തു. ഒരിക്കലും ഹിസ്കിയാവ് അതിൻ്റെ പിന്നിൽ ഒരു അപകടവും കണ്ടില്ല. അവൻ
ഒരപകടവും കണ്ടില്ല. അവന് വളരെ കാഷ്വലായിട്ടാണ് എടുത്തത്. ആ വിസിറ്റിനെ ഒരു കാഷ്വലായിട്ട് എടുത്തു. കർത്താവിന് സ്തോത്രം. I believe, I mean, what we can see that when the king of Babylon, so we know that that is enemy king, and so when they sent the representatives, he did not foresee any danger. He just took it gladly, received them gladly, welcomed them, and he did not have even an iota of doubt of any concern in their visit. കർത്താവിന് സ്തോത്രം. ഒരു സംശയം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു കാര്യം ഇവിടെ വളരെ രസകരമായിട്ട് കാണുന്നത് എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നു, ബാബിലോൺ രാജാവ് അറിഞ്ഞു. എന്തോ അറിഞ്ഞു? ഹിസ്കിയാവിന് രോഗസൗഖ്യമുണ്ട് എന്ന്. ഇവിടെ ഞാനൊരു നിമിഷം നിൽക്കട്ടെ. കർത്താവിന് സ്തോത്രം. നോക്കുക, അനേകം മൈലുകൾക്കപ്പുറമുള്ള ഒരു രാജ്യമാണ് ബാബിലോൺ രാജ്യം. ഈ രാജ്യം സ്തോത്രം ഇസ്രായേലിന്റെ രാജാവിന് സൗഖ്യമുണ്ടായെന്നറിഞ്ഞു. 2021 കാര്യമല്ല പറയുന്നത്, BC 700 കാര്യമാണ് പറയുന്നത്. നിങ്ങൾ നോക്കി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ കർത്താവിന് സ്തോത്രം. അപ്പോൾ എനിമി, നമുക്കറിയാം ബാബേൽ രാജ്യം ഇസ്രായേലിന്റെ ശത്രു രാജ്യമാണ്. നമുക്കറിയാം ഇതിനൊരു 2 ചാപ്റ്ററിന് മുമ്പ് നമ്മൾ വായിച്ചാൽ കർത്താവിന് സ്തോത്രം മറ്റൊരു രാജാവിന്റെ നേതൃത്വത്തിൽ രാജാവും സ്തോത്രം രാജസൈന്യവും ഈ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ യഹൂദയിലെ പട്ടണങ്ങൾക്ക് നേരെ വാടകോരി സ്തോത്രം ബിസീജ് ചെയ്ത് ഉപരോധിച്ച് സ്തോത്രം ഇസ്രായേലിനെ തകർക്കുവാൻ ശ്രമിച്ചതാണ്. അവിടെ നമുക്കറിയാം ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യെശയ്യാവിലൂടെ ദൂതറിയിക്കുന്നു, ദൈവാലയത്തിൽ പോകുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം ഇടപെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ശത്രു രാജ്യമാണ്. ശത്രു രാജ്യത്തെ രാജാവാണ്. കർത്താവിന് സ്തോത്രം. സ്തോത്രം ഹിസ്കിയാവിന് പറ്റിയ പരാജയം ഈ ശത്രു രാജാവ് വന്നത് ദുഷ്ടലാക്കോടുകൂടിയാണെന്ന് തിരിച്ചറിയുവാൻ അവന് കഴിഞ്ഞില്ല. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ രാജ്യത്തെ തകർക്കുവാൻ യെരൂശലേമിനെ നോട്ടം വെച്ച സ്തോത്രം ശത്രു രാജ്യത്തു നിന്നാണ് ഇവർ വന്നത് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. തിരിച്ചറിയാതെ വണ്ണം എഴുതിയിരിക്കുന്നു, അവനെല്ലാം സ്തോത്രം കാണിച്ചുവെന്ന്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇവന്റെ കണ്ണിതിലായിരുന്നു. അന്ന് മുതൽ ബാബേലിന്റെ കണ്ണ് യെരൂശലേമിലാ. അവൻ അന്നേ മനസ്സിലാക്കി യഹൂദയിലാണ് അവന്റെ കണ്ണ്. കർത്താവിന്റെ സ്തോത്രം. എങ്ങനെയോ അവൻ തിരിച്ചറിഞ്ഞു, യെരൂശലേമിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. സ്തോത്രം. അന്ന് മുതൽ യെരൂശലേമിനെ സ്തോത്രം തകർക്കുവാൻ അവന്റെ ആഗ്രഹവും അവന്റെ പ്ലാനും അവന്റെ പദ്ധതിയും. ഇന്ന് പലക്കാലം അതിൽ നിന്നൊരു ദൂതൂടെ പറയട്ടെ. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ, നിനക്ക് തിരിച്ചറിയത്തില്ലെങ്കിലും നീ ആരാണെന്ന് അറിയാവുന്ന വേറൊരു പുള്ളിയുണ്ട്. സദാസമയവും സ്തോത്രം സ്തോത്രം നിന്റെ മേൽ കണ്ണുവെച്ച് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. മറന്നു പോകരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ കണ്ണ് എന്റെ മേലും നിന്റെ മേലുമുണ്ട്. ഉറങ്ങാതെ മയങ്ങാതെ ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മെ കാക്കുന്നു. എന്നാൽ മറന്നു പോകരുത്, അതിനപ്പുറം വേറെ ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ ഊടാടി നടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഇയ്യോബ് എന്ന ഭക്തനെ പോലും വെറുതെ വിടാത്ത ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പോലും കടന്നു ഒന്ന് പരീക്ഷിച്ച സ്തോത്രം 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 കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ ഊടാടി നടക്കുന്ന കണ്ണുള്ള ഒരുവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. നിനക്കറിയത്തില്ലെങ്കിലും നിന്റെ ഉള്ളിലുള്ള മഹത്വം, നീ ആരാണെന്നറിയാവുന്ന സ്തോത്രം സ്തോത്രം അവന് മറ്റു പലതിനും വിഷയമല്ല. പക്ഷെ അവന്റെ ലക്ഷ്യം യെരൂശലേമാണ്. യെരൂശലേം ആരാണെന്ന് സ്തോത്രം ബാബേൽ രാജാവിന് അറിയാം. എന്നതുപോലെ നീ ദൈവത്തിന്റെ ആലയമാണെന്നും നീ ദൈവത്തിന്റെ പൈതലാണെന്നും നിന്റെ മഹത്വം തിരിച്ചറിയുന്ന ദുഷ്ടപിശാച് ഹല്ലേലൂയ നിന്റെ കൂട്ടുകാരുടെ മേലല്ല, അവന്റെ കണ്ണ് നിന്റെ മേലാണ്. മറന്നു പോകരുത്. ദൈവകൃപയുള്ള ദൈവത്തിന്റെ പൈതൽ എപ്പോഴും പിശാചിന്റെ ടാർഗറ്റ് ആയിരിക്കും. മറന്നു പോകരുത്. കർത്താവിന് സ്തോത്രം. പക്ഷേ
അവന് വേണ്ടത് പലരും പഠിപ്പിക്കുന്ന പോലെ നിന്റെ പണമോ, നിന്റെ ആയുസ്സോ, നിന്റെ ആരോഗ്യമോ, നിന്റെ സൗന്ദര്യമോ, നിന്റെ ജോലിയോ, ഇതൊന്നും അല്ല. അവന് നിന്റെ വിശ്വാസമാണ് വലുത്. ദൈവസ്തോത്രം. അല്ലെ, പിശാചിനറിയാം നിന്റെ വിശ്വാസത്തിന്റെ കനം എത്രയുണ്ടെന്ന്. ഒരുപക്ഷെ നീ വിചാരിക്കും ഞാൻ ഭയങ്കര വിശ്വാസമുള്ളവനാ, സ്തോത്രം, തീയിൽ കൊരുത്തതാ, വെയിലത്ത് വാടത്തില്ലെന്നൊക്കെ. എന്നാൽ ദുഷ്ടപിശാചിന് നന്നായിട്ടറിയാം നിന്റെ വിശ്വാസം ഇത്രയേ ഉള്ളെന്ന്. കർത്താവിന് സ്തോത്രം. ശിമോൻ പത്രോസിനോട് ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ശിമോനെ, ഹല്ലേലൂയ, പിശാചിനെ പാറ്റിക്കളയുവാൻ ഹല്ലേലൂയ പരിശ്രമിച്ചതാണ്, എന്നാൽ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു വന്ന്. ഇന്ന് പലക്കാലം ഹല്ലേലൂയ സഹോദര, ദൈവത്തിന്റെ ആത്മാവ് ആരോട് ദൂത് പറയുന്നു, നീ അന്യഭാഷ പറയുന്നത് കൊണ്ട് വിശ്വാസത്തിൽ കനമുണ്ടെന്ന് വിചാരിക്കരുത്. നീ പെന്തക്കോസ്തി ജനിച്ചോണ്ട് വിശ്വാസത്തിൽ കനമുണ്ടെന്ന് വിചാരിക്കരുത്. നിന്റെ അപ്പൻ പാസ്റ്ററാണ്, അല്ലെ നിന്റെ അപ്പൻ എന്തൊക്കെ ചെയ്തു, അല്ലെ വില കൊടുത്തെന്ന് പറഞ്ഞ് വിചാരിക്കരുത്. തെറ്റാണ്, തെറ്റാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പാരമ്പര്യം അവന് വിഷയമല്ലെന്നേ. ഹല്ലേലൂയ. നിന്റെ പാരമ്പര്യവും അല്ലെ നിന്റെ കുടുംബശ്രേഷ്ഠതയും അവന് വിഷയമല്ലെന്നേ. നിനക്ക് കൃപാവരം ഉണ്ടെന്നോ, നീ ഭൂതങ്ങളെ പുറത്താക്കുമെന്നോ, നീ പ്രവചിക്കുമെന്നോ, നീ രോഗസൗഖ്യം നടത്തുമെന്നോ, അവന് വിഷയമല്ലെന്നേ. ഈ പൽക്കാലം അവനറിയാം. സ്വത്രം സ്വത്രം നിന്നെ ഒന്ന് ഊതിയാ മതി, പറന്നു പോകുമെന്ന്. ദൈവകൃപയാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്, മറന്നു പോകരുത്. Lord, we thank you. Lord, കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, വിശ്വാസത്തിന്റെ ഹല്ലേലൂയ കാലപ്പഴക്കമല്ല, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യമല്ല, വിശ്വാസത്തിന്റെ ആര് ഞങ്ങളെ സ്നാനപ്പെടുത്തിയതോ, ആര് ഹല്ലേലൂയ രക്ഷയിലേക്ക് നയിച്ചതോ, ഏത് സഭയിലാണ് പോകുന്നതോ, ആരാണ് നിന്റെ പാസ്റ്ററോ, ഇതൊന്നും പിശാചിന്റെ വിഷയമല്ലെന്നേ. പിശാചിനറിയാം നിന്റെ വിശ്വാസത്തിന്റെ കനം ഇത്രയുള്ളെന്ന്. ദൈവത്തിന്റെ ആത്മാവാരോട് ദൂത് പറയുന്നു, ഈ പൽക്കാലം മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, വിശ്വാസത്തിന്റെ പാരമ്പര്യം. ഹല്ലേലൂയ. പിശാചിന് വിഷയമല്ലെന്ന് നിന്നെ ഉന്നം വെച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. പത്രോസേ, അല്ലെ നിന്നെ ദൈവത്തിന്റെ പ്ലാന്, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാന്, അല്ലെ നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ ദൈവനാമം മഹത്വം എടുക്കുമെന്ന് പിശാചിനറിയാം. നിന്റെ വാക്ക്, നിന്റെ പാട്ട്, നിന്റെ ആരാധന, നിന്റെ സ്തുതി സ്തോത്രങ്ങൾ പിശാച് ലക്ഷ്യം വെച്ചിട്ടും അങ്ങനെയുള്ളവരെയാണ്. See, let me talk to the children, the young people. Hallelujah. Let me tell you, there are two people who knows your spiritual weightage, your spiritual seriousness, your spiritual soul. I mean, whether your spirituality is solid or shallow. Your mom doesn't understand, your dad doesn't understand, and your pastor also may not understand. Nobody else but two people can correctly understand. One is your master God himself. Second one, our common enemy, the devil. The devil knows it very well whether our faith, our trust in the Lord is shallow or solid. He knows it very well. And if the devil knows that there is some great riches in you, spiritual riches, God has a unique plan over your life. Devil, you will be the target of devil. Listen me, dear children. The devil will target you. The devil only aim is to destroy, steal the best out of you, your spiritual richness. So therefore, we need to take care that we need to give seriousness to our spiritual life. Sometimes we may think that, oh, I belong to Transformation Church, and I have good Sunday school, and I am a good worship leader. I know how to play music, and I may be good in so many things. I know how to preach and all these things, dear children. You're very good. I'm not saying that, but devil knows how deep you are in your spiritual life. He knows that a simple shake is enough you
enough for him to make your spiritual life collapse. He knows it very well. So therefore, Christ is interceding for us. On the other side, like in the case of Peter, Jesus said that, Peter, Simon, no, devil demanded that I should leave you to sift you like a chaff, but I have not left you, because you think that you are strong in faith. You think that you will come with me wherever I go, Peter. You say that you will die for me, but I know your faith is shallow. I know you will deny me before even a simple problem, even before a single crisis. You will deny me. I know, Peter. That is why I have protected you. I cared for you. I interceded for you. Dear children of God, devil knows it very well how shallow we are in our faith life. Therefore, we need to give more seriousness to our faith life, our spiritual life. Hallelujah. He's watching all across the globe. He's running to and fro. His eyes upon even the saints like Job. Hallelujah. സ്വോത്രം യോബിനെ പോലെ ഭക്തനായി ജീവിക്കുന്നവരുടെ മേൽ പിശാചിന്റെ കണ്ണും ഉണ്ട് എന്ന് പറഞ്ഞു പോയത്. ഓക്കെ, മടങ്ങി വരെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ഇവിടെ നോക്കുക, ഹിസ്കിയ രാജാവിന് സൗഖ്യമായെന്ന് കേട്ടപ്പോൾ ശത്രുരാജ്യ എന്തെന്നറിയാമോ? സ്വോത്രം ആളിനെ അയക്കുന്നു, നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ നോക്കിയ ഒരു വേൾഡ് ലീഡർ. See, in those days, Babylon was a huge kingdom, a powerful kingdom. In today's time, like probably America, Russia, or China, that sort of status in those days. So now, then what about Judah? Judah, a small nation, right? There was no need to give any attention to Judah in those days, right? You see that then now a world leader is sending emissaries or representatives to appreciate the king of a small nation who was recovered from his sickness. You know, we need to understand, because that's what I said. He knew his intention was not Hezekiah. His eyes were not on Hezekiah. His eyes were on Jerusalem. പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്നാൽ ഇവിടെ ഹിസ്കിയാവ്, അന്നത്തെ കാലത്ത് ബാബിലോൺ ഒരു വലിയ രാജ്യമാണ്. ബാബിലോണിന്റെ രാജാവ്, കർത്താവിന് സ്തോത്രം, യഹൂദ എന്ന് പറഞ്ഞൊരു കൊച്ചു രാജ്യത്തിന്റെ രാജാവിന്, വലിയ രാജ്യമല്ല, കൊച്ചു രാജ്യത്തിന്റെ രാജാവിന് രോഗസൗഖ്യമായപ്പോൾ അയക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവർ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. എന്തിനാ അയച്ചതെന്നറിയാമോ? കർത്താവിന് സ്തോത്രം, അവൻ്റെ കണ്ണ് ജെറുസലേമിലായിരുന്നതുകൊണ്ട്, യെരുശലേം അവൻ്റെ കണ്ണായിരുന്നുകൊണ്ടാണ് അവൻ അയക്കുന്നത്. കർത്താവ് സ്തോത്രം. എന്നാൽ ഞാൻ പറയുന്നത് മടങ്ങി വരട്ടെ, ഹിസ്കിയാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. Hezekiah could not realize it, and he fell into the trap of the enemy, right? So instead of using it as an opportunity to glorify the Lord, the goodness of God, the faithfulness of God, that God only extended my life, what did Hezekiah did? He wanted to show the temple. I mean, he used the opportunity as a show of himself rather than showing the glory of God. സ്വോത്രം, ഹിസ്കിയാവ് എന്താ ചെയ്യുന്നറിയാമോ? സ്വോത്രം, ഈ ഓപ്പർച്യൂണിറ്റി ശത്രുരാജ്യത്തെ രാജാവ് അയച്ച ആൾക്കാർ വന്നപ്പോൾ ഹിസ്കിയാവിന് നല്ലൊരു അവസരമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മയെക്കുറിച്ച് വർണ്ണിക്കുവാൻ, ദൈവം അവന് ആയുസ് നീട്ടിയതിനെക്കുറിച്ച് പറയുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ പറ്റിയ അവസരമായിരുന്നു. പക്ഷെ അവൻ അത് ചെയ്യാതെ എന്തെന്നറിയാമോ? അവൻ യെരുശലേമിലെ ടെമ്പിളിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അപ്പം എന്തെന്നറിയാമോ? ഒരു ഷോ ഓഫിന് വേണ്ടിയുള്ള അവസരമാക്കി മാറ്റിയത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, മറന്നുപോകരുത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, സ്തോത്രം, നമ്മുടെ ആയുസ്, ആരോഗ്യം ദൈവനാമ മഹത്വത്തിന് മാത്രം ഉപയോഗിക്കണം. ഇവിടെ കർത്താവിന് സ്തോത്രം, ഹിസ്കിയാവ് എന്തോ ചെയ്യുന്നറിയാമോ? ഈ ടെമ്പിളിലൂടെ ഇവരെല്ലാം കൊണ്ടുപോയി, നമ്മളതാണല്ലോ കാണുന്നത്, എല്ലാം കാണിച്ചു. കർത്താവിന് സ്തോത്രം.
നമുക്കറിയാം ഇവരൊരു ടെമ്പിൾ ടൂർ ഇവനങ്ങ് നടത്തി ഇവരെ കൊണ്ട്. സി, ടെമ്പിൾ ഒരു ടൂർ നടത്തി. See, the Hezekiah, what did he do? He did a temple tour with the guests. I mean, he was, instead of using it as an opportunity to glorify God, he just made engage them. Listen me, entertain them. Where? In the temple. Temple is not a place for worldly entertainment and engagement. That is not a place of material engagement and material entertainment. That is not a place of, where you can enjoy the pleasures, in physical material terms. Temple is a place, it's a sanctified place where people have to experience the face of God, as we heard the other day, where people have to enjoy the presence of God. So temple is not to be taken in material terms. At least in the way Bible present temple. But that is not what happened. See, Hezekiah used this as an opportunity to entertain guests in a worldly way, in a material way. സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇവിടെ ഹിസ്കിയാവിന് പറ്റിയത് എന്താണെന്നറിയാമോ? ഹിസ്കിയാവ് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിന് പകരം ഈ ആലയത്തിൽ കൊണ്ടുവന്ന് കാണിച്ച് ആലയത്തിലെ ഉപകരണങ്ങളും ആലയത്തിലെ പണികളും ആലയത്തിൻ്റെ ബ്യൂട്ടിയും ആലയത്തിൻ്റെ ഡെക്കറേഷനും ആലയത്തിൻ്റെ കോസ്റ്റും ആലയത്തിലെ കോസ്റ്റ്ലി ഇതെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞെന്ന് അറിയാമോ? പുള്ളി ഇതുകൊണ്ട് ചെയ്തത് എൻ്റെ ദൈവനാമ മഹത്വം അല്ല ചെയ്തത്, പിന്നെയോ ഇവരെ എൻ്റർടൈൻ ചെയ്യുവാൻ, ഇവരെ ഒന്ന് എൻജോയ് ചെയ്യിക്കുവാൻ ഒരു അവസരമാക്കി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ കർത്താവിന്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സോ ഇന്നത്തെ ഒരു വലിയ ഒരു ട്രെൻഡ് ഞാൻ കാണുന്ന കർത്താവിന് സ്തോത്രം, ദൈവത്തിൻ്റെ ആലയങ്ങൾ കൂട്ടായ്മയിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്നത്തെ പല പ്രീച്ചേഴ്സിൻ്റെയും സ്തോത്രം ഇന്നത്തെ പ്രശ്നം ജനത്തെ എൻ്റർടൈൻ ചെയ്യുവാൻ വേണ്ടി, ജനത്തെ എൻഗേജ് ചെയ്യാൻ വേണ്ടി കർത്താവ് സ്തോത്രം ആയി മാറിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ദൈവാലയങ്ങൾ സ്തോത്രം. അപ്പം നമ്മൾ പണ്ടാരോണ്ട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററോട് ചോദിച്ചു, ഒത്തിരി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ കർത്താവിന് സ്തോത്രം ഒത്തിരി എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ ഞാൻ പറഞ്ഞു, നമ്മുടെ ആൾക്കാർക്ക് സിനിമ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ, സിനിമകളിലൊന്നും പറ്റത്തില്ല, നമുക്ക് കോമഡിയൊന്നും പറ്റത്തില്ല, പിന്നെ അതുകൊണ്ട് എവിടെയെങ്കിലും അവർക്ക് വേണ്ടായോ, ഇവിടെങ്കിലും ഒരു കോമഡി കണ്ടിട്ട് പോട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചത്, പാസ്റ്ററെ ഒരുപാട് ഹ്യൂമറസ് ആകുന്നില്ല, അത്ര വേണം, നമുക്ക് അത്യാവശ്യം വേണം, പക്ഷേ ഇത് ഒത്തിരി ആയി പോകുന്നെന്ന് എനിക്ക് തോന്നുന്നല്ലോ, അത്രേ. അപ്പം എനിക്ക് വളരെ അടുത്ത് പറയാൻ പറ്റിയ ഒരാളായതുകൊണ്ടാണ് പറഞ്ഞ്. ഉടനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, എൻ്റെ സഹോദര, നമ്മുടെ ആൾക്കാർക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പം പിന്നെ അതല്ലല്ലോ, ഇപ്പം നമ്മുടെ മൊബൈലിലുണ്ടല്ലോ, എന്താ വേണേലും ഇല്ലേ, എന്നാ വേണേലും നമുക്കുണ്ടല്ലോ എൻ്റർടൈൻ. പക്ഷേ നമ്മുടെ കൂട്ടായ്മകൾ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, എന്തി പറയും, മനോരഞ്ജൻ, കർത്താവിന് സ്തോത്രം, നമ്മുടെ മനസ്സിന് ഹല്ലേലൂയ സന്തോഷമുണ്ടാക്കുന്ന ഹല്ലേലൂയ ഒരു വേദിയല്ല ആലയങ്ങൾ. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ മനസ്സിന് സുഖമുണ്ടാക്കുന്ന കർത്താവിന് സ്തോത്രം, നമ്മുടെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന, നമ്മുടെ വികാരങ്ങൾക്ക് സുഖം വരുത്തുന്ന ഒരു വേദിയല്ല ആലയങ്ങളാകരുത്. കർത്താവിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മകൾ അതെന്തുമാകട്ടെ, ആലയത്തിലാകട്ടെ, വീട്ടിലാകട്ടെ, കുടുംബ പ്രാർത്ഥനയാകട്ടെ, സഭാ ആരാധനയാകട്ടെ, നമ്മുടെ ആരാധനകൾ ദൈവത്തിന്റെ മുഖം കാണുന്ന അവസരങ്ങളാക്കി മാറ്റണം. ദൈവമായി എൻജോയ് ചെയ്യുന്ന, ദൈവവും മനുഷ്യനുമായിട്ടുള്ള എൻഗേജ്മെന്റ്, ദൈവവും മനുഷ്യനുമായിട്ട് എന്റർടൈൻമെന്റ്. യു നീഡ് ടു എൻജോയ് യുവർ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. There you may dance, there you may jump, there you may laugh, there you may smile, you may do everything because you are enjoying your creator, you are enjoying your bridegroom. The bridegroom is enjoying you. കർത്താവിന് സ്തോത്രം. ദൈവാലയത്തിൽ നടക്കേണ്ടത്
പ്രാർത്ഥനയിൽ നടക്കേണ്ടത്, നമ്മുടെ കൂട്ടായ്മയിൽ നടക്കേണ്ടത്, അതെവിടെയും ആകട്ടെ ദൈവത്തിന്റെ മുഖമാണ് കാണേണ്ടത്. ഹല്ലേലൂയ. മണവാട്ടും മണവാട്ടിയും കാന്തനും കാന്തയും ഒരുമിച്ച് സല്ലപിക്കുന്ന റോക്കമന ശംദുന ക്രിസ്തുവിന്റെ സഭയായ അല്ലെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ കാന്തയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയും ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയും ക്രിസ്തുവും തമ്മിൽ ഹല്ലേലൂയ ഒരുമിച്ച് ഒറ്റയ്ക്ക് നമ്മൾ അനുഭവിക്കുന്നത് ഒരുമിച്ച് കടന്നു വരുമ്പോൾ സല്ലപിക്കുന്ന, സന്ധിക്കുന്ന, ആനന്ദിക്കുന്ന, ഉല്ലസിക്കുന്ന സ്ഥാനമാണ് ആത്മീയ കൂട്ടായ്മകൾ. Hallelujah. That is why, Sotram, dear children of God, our worship services, whether it is a family prayer, whether it is a church service, hallelujah, our worship services should be occasions, hallelujah, where our bridegroom Christ is enjoying with the bride. It is a beautiful occasion place for our bridegroom to enjoy in us. നമ്മോട് സന്തോഷിക്കുന്ന, നമ്മിൽ ആനന്ദിക്കുന്ന, നമ്മിൽ രസിക്കുന്ന, നമ്മളിൽ ആനന്ദിക്കുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം. The question at the end of the worship is, Lord, did you enjoy my worship? Am I enjoy my Lord? Did you enjoy me? സ്തോത്രം. ഒരു സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കർത്താവിന് സ്തോത്രം, അവർ തമ്മിലുള്ള ക്വസ്റ്റ്യൻ പപ്പ ഇഷ്ടപ്പെട്ടു അമ്മ ഇഷ്ടപ്പെട്ടെന്നാണോ? അല്ല. പപ്പ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ കാര്യം നോക്കാൻ പറയും. ഇപ്പോഴേ പണ്ട് പറ്റുന്നില്ലേ? സ്തോത്രം. സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടി, പപ്പായ്ക്ക് ഇഷ്ടമാണോ അവർക്ക് വിഷയമല്ല, മമ്മിക്ക് ഇഷ്ടമാണോ വിഷയമല്ല, പാസ്റ്റർക്ക് ഇഷ്ടമാണോ അവർക്കൊന്നും വിഷയമല്ല, ചർച്ചിന് വല്ലതും പ്രശ്നം ഉണ്ടാകും അത് വിഷയമല്ല, നടത്തുന്ന പാസ്റ്റർക്ക് വല്ല വിഷയം ഉണ്ടാകും അതൊന്നും അവർക്ക് വിഷയമല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ലോകത്തിന് സ്ഥിതി അതാണെങ്കിൽ സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആരാധനയ്ക്ക് കടന്നു വരുന്ന ദൈവവിധലെ, ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവത്തിൻ്റെ വൈതലെ, നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈഫ് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതാണ് സ്തോത്രം. ആത്മീയ വിഷയങ്ങൾ നമ്മൾ എത്രമാത്രം ഗൗരവമായി എടുക്കുന്നു, ആത്മീയ കൂട്ടായ്മകളെ എത്രമാത്രം ഗൗരവമായിട്ട് എടുക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മനാഥനും നമ്മളും തമ്മിലുള്ള എൻജോയ്മെൻറ്റ് കർത്താവിന് സ്തോത്രം. അവനിൽ എന്നെ സന്തോഷിച്ചു, അവൾ എന്നിൽ ആനന്ദിച്ചു. സ്തോത്രം, സ്തോത്രം. പപ്പ ഇംപ്രസ് ആയെന്നല്ല കുട്ടി നോക്കുന്നത്, മമ്മി ഇംപ്രസ് ആയെന്നല്ല, കൂട്ടുകാരൻ ഇംപ്രസ് ആയെന്നല്ല. സ്തോത്രം. ഞാൻ ഇഷ്ടപ്പെട്ട പയ്യൻ അവൻ ഇംപ്രസ് ആയോ? ആരാധന വരുന്ന ദൈവത്തിൻ്റെ പൈതല് പാസ്റ്റർ ഇംപ്രസ് ചെയ്തു, നോ വിഷയമല്ല. ലെറ്റ് മീ ടെൽ യു നിങ്ങൾ സ്തോത്രം, ഞാൻ പറയുന്ന ആ സെൻസിലെടുക്കാവൂ. സ്തോത്രം. ഇവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആരാധന നടത്തുന്ന സ്തോത്രാരാധന സഹായിക്കുന്ന choir members, musicians, ലെറ്റ് മീ ടെൽ യു സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റേഴ്സിനെ ഇംപ്രസ് ചെയ്യാനോ ദൈവസഭയെ ഇംപ്രസ് ചെയ്യാനോ സ്തോത്രം ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. ആരിംപ്രസ് ചെയ്തിൽ കർത്താവിൻ്റെ ആരാധന പ്രസാദിച്ചോ? ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ദൈവത്തെ ആരാധിച്ചാൽ ദൈവപ്രസാദവും ദൈവ സാന്നിധ്യം ഉണ്ടാകും. ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഓൾവേസ് വെൻ യു കം ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഐ കം വിത്ത് ദി ആറ്റിറ്റ്യൂഡ്, ലോർഡ് ആർ യു പ്ലീസ്ഡ് വിത്ത് മൈ വർഷിപ്പ്? When you come to the presence of God and pray here, pray, Lord, please be pleased with my worship. I offer my life for God. Hallelujah. പണ്ട് കർത്താവിന് സ്തോത്രം, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ അല്ലേ, പ്രസംഗിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ആഗ്രഹം എന്തായിരുന്നു അറിയോ? അയ്യോ, മറ്റുള്ളവരൊരു കൊള്ളാം പാസ് എന്ന് പറഞ്ഞില്ലേ ബ്രദറെ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചിലേ അല്ലേ നമ്മൾ, ഇപ്പം നമ്മുടെ 10-20 വയസ്സുള്ളപ്പം അത് ക്വൈറ്റ് നാച്ചുറലാണ്. 20-ാമത്തെ വയസ്സിൽ സൂചിവിലേക്ക് ഇറങ്ങുന്നുണ്ടേ ഞങ്ങൾക്ക് അന്നേരം എന്താ പറയുക, പ്രസംഗം കൊള്ളാമെന്ന് രണ്ടുപേര് പറഞ്ഞാൽ എന്തൊരു ഗമയാണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആഗ്രഹം രണ്ടുപേരും പറയണം, അപ്രീഷിയേറ്റ് ചെയ്യണം, പ്രസംഗം കൊള്ളായിരുന്നു എന്ന് പറയണം. അപ്പോൾ നമുക്കത് ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ട്. നമ്മൾ പറയും ഇപ്പോഴോ we not least about that as we matured. As we matured, the question is that did I correctly? This is what always രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങ് തരുന്ന മെസ്സേജ് കറക്റ്റായിട്ട് എന്നെ എന്തുവേണേലും പറഞ്ഞോട്ട് ഞാൻ കർത്താവിനോട് കർത്താവേ, I don't care about professionalism. I don't care about professionalism. I don't care whether I professionally communicate or not. I don't care about it in the church. കർത്താവിന് സ്തോത്രം. കർത്താവ് ഞാൻ എന്ത് ഫോഷനുമായിക്കൊള്ളട്ടെ, എന്ത് പൊട്ടനുമായിക്കൊള്ളട്ടെ, ആൾക്കാരെന്നെ എന്തും തിരിച്ചോട്ടെ, എനിക്കൊരു വിഷയമല്ല. പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഡിഡ് ഐ കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ്ലി വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ്? കർത്താവേ, ദൈവാത്മാവേ, നീ എന്നോട് ഏൽപ്പിച്ച ദൂത് ഞാൻ വിശ്വസ്തയോടെ കൈമാറിയോ? ഹല്ലേലൂയ. കടന്നു വന്ന ആർക്കേലുമായിരിക്കാം, ഏതെങ്കിലും
ഏതെങ്കിലും കുടുംബത്തിലായിരിക്കാം, സഭയിൽ എല്ലാവർക്കും അതിഥിയായിട്ട് വന്ന ഒരാളായിരിക്കാം. എനിക്ക് വിഷയമല്ല, ദൈവം സഭയോടായിരിക്കും, കുടുംബത്തോടായിരിക്കും. പക്ഷേ ദൈവാത്മാവ് ഉദ്ദേശിച്ച വ്യക്തിക്ക് അത് ഹല്ലേലൂയ ഗുണീകരണമായിരിക്കാം, ശാസനയായിരിക്കാം, അത് ആശ്വാസമായിരിക്കാം, അതൊരു പക്ഷേ ഉത്തേജനമായിരിക്കാം, അതൊരു പക്ഷേ ധൈര്യമായിരിക്കാം, അതൊരു പക്ഷേ ജീവനായിരിക്കാം, അതൊരു പക്ഷേ സൗഖ്യമായിരിക്കാം, അതൊരു പക്ഷേ ഒരു വാണിംഗ് ആയിരിക്കാം. ദൈവാത്മാവേ, നീ പറയേണ്ടത് കറക്റ്റ് വ്യക്തിയോട് പറയുവാൻ, ദൈവമേ ഞാൻ നിന്റെ കരങ്ങളിൽ ഒരു ആയുധമാണ്. That's all.